MDMA കേസിലെ പ്രതികളുമായുള്ള ബന്ധം സംബന്ധിച്ച് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നുണയെന്ന് തെളിഞ്ഞു. 2023-ൽ നവകേരള സദസ്സിന് ശേഷമാണ് പ്രതികളെ പരിചയപ്പെട്ടതെന്ന മുഖ്യമന്ത്രിയുടെ വാദം വസ്തുതാവിരുദ്ധം. സതീശനുമൊത്തുള്ള നിരവധി ചിത്രങ്ങൾ 2021 മുതൽ തന്നെ പ്രതി ഹുസൈൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് മർദ്ദനമേറ്റ ഹുസൈനെ കാണാനാണ് വീട്ടിൽ പോയതെന്ന മുഖ്യമന്ത്രിയുടെ വാദവും തെറ്റ്. ഹുസൈന് മർദ്ദനമേറ്റിട്ടില്ലെന്ന പ്രതിഷേധ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വ്യക്തമായി. ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റു. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു, ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം. MDMA കേസിലെ പ്രതികൾക്ക് മുഖ്യമന്ത്രിയുമായി എന്തു ബന്ധമെന്ന ചോദ്യത്തിന് VD സതീശൻ നൽകിയ മറുപടിയാണിത്. 2023 അവസാനം നടന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണത്രേ പ്രതി ഹുസൈനെ ആദ്യമായി കണ്ടതും പരിചയപ്പെട്ടതും. ആ ബന്ധം പരസ്പരം വീടുകൾ സന്ദർശിക്കുന്ന അടുപ്പമായി വളർന്നുവെന്നും ന്യായീകരണം. എന്നാൽ ഈ വാദങ്ങൾ കളവെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ പ്രതി ഹുസൈൻ്റെ ഫേസ്ബുക്കിൽ തന്നെയുണ്ട്. 2023 അവസാനമാണ് നവകേരള സദസ്സ് നടക്കുന്നത്. സതീശൻ അവകാശപ്പെട്ടത് ശരിയെങ്കിൽ അതിനു മുമ്പ് ഇവരുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, അറിയുക പോലുമില്ല. ഇത് 2021 സെപ്റ്റംബർ 4-ന് പ്രതി ഹുസൈൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചിത്രം. ഇത് 2022 നവംബറിലെ ചിത്രം. ഇത് 2022 ഡിസംബറിലെ ചിത്രം. 2023 ഫെബ്രുവരി 5-ലെ ചിത്രമാണിത്. ഇങ്ങനെ 2023-ന് മുൻപുള്ള നിരവധി ചിത്രങ്ങളും ദൃശ്യങ്ങളും ഹുസൈൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാവിരുദ്ധമെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് എല്ലാം. ഇനി പോലീസ് മർദ്ദനത്തിൽ പരുക്കേറ്റ ഹുസൈനെ സന്ദർശിക്കാനാണ് വീട്ടിൽ പോയതെന്ന വാദവും വസ്തുതാവിരുദ്ധമാണെന്ന് അന്നത്തെ പ്രതിഷേധ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വ്യക്തമായി. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച ഹുസൈന് മർദ്ദനമേൽക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ല. ഹുസൈൻ ഒറ്റയ്ക്ക് നിന്ന് നവകേരള ബസ്സിന് കരിങ്കൊടി കാണിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഒരു പോലീസുകാരൻ പോലും സമീപത്തില്ല. MDMA പ്രതികളുമായി തനിക്കുള്ള ബന്ധം ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണെന്ന് ഇതോടെ വ്യക്തമാവുകയാണ്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.